നിങ്ങൾ പല്ല് തേക്കരുത് കുളിക്കരുതെന്ന് ഇപ്പോൾ തമിഴിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ട് അല്ലേലേ കിളിയില്ല ഇനിയിപ്പോൾ വൃത്തിയില്ലേ അന്നമ്മയ്ക്ക് എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു 5 മിനിറ്റ് താഴെയുള്ള സമയം എനിക്ക് തരിക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സംഭവം നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും വളരെ മാരകമായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രഷും പേസ്റ്റും ഇങ്ങനെയുള്ള സാധനങ്ങളും കുളിക്കാനുള്ള ടവൽസും ഒക്കെ നമ്മൾ എവിടെ തന്നെയാണ് സൂക്ഷിക്കുക? ബാത്റൂമിൽ തന്നെയാണ് സൂക്ഷിക്കുക. ശരിയല്ലേ? ഓരോ തവണ നമ്മൾ ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഫ്ലഷ് ചെയ്യുമ്പോഴും നമ്മുടെ വിസർജ്യാവശിഷ്ടങ്ങൾ വായുവിലെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. വളരെ മാരകമായിട്ടുള്ള ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ ഒക്കെ ഈ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സിലൂടെ ആ ബാത്റൂമിലെ മൊത്തം വായുവിൽ കലരുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് സയന്റിഫിക് ആയിട്ട് തന്നെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോയ്ലറ്റ് സീറ്റ് ക്ലോസ് ചെയ്യാതെ നമ്മൾ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ ഒരു 25 സെന്റിമീറ്റർ ഉയരം വരെ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ അവശിഷ്ടങ്ങൾ നമ്മുടെ ബാത്റൂമിലെ വായുവിൽ കലരും എന്നാണ് പറയുന്നത്. എന്താണ് കലരുക എന്ന് ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തില്ല. നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ മതി. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് വരുന്ന ബാക്ടീരിയയും വൈറസും ഫംഗസും എല്ലാം ഏറ്റവും എന്താ പറയുക മാരകമായിട്ടുള്ള സാധനങ്ങളാണ്. അത് ഈ വായുവിൽ കലരുമ്പോൾ ശരീരം വൃത്തിയാക്കാനും നമ്മുടെ ഡെന്റൽ ക്ലീനിങ് കിറ്റ്സും ഒക്കെ നമ്മൾ അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിലേക്ക് മൊത്തം ഈ പറയുന്ന അണുക്കൾ അവശിഷ്ടങ്ങൾ വന്ന് ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് വെച്ച് ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ എല്ലാ ബാക്ടീരിയനെയും വൈറസിനെയും എല്ലാം നമ്മുടെ ശരീരത്തിൽ എല്ലാ ദിവസവും പോയിട്ട് നമുക്ക് എന്താ ഒന്നും സംഭവിക്കാത്തത്? നമ്മളുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷിയുടെ ആ പ്രതിരോധ ശേഷി സ്ഥിരമായിട്ട് ഇതിനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്നത്. എങ്കിൽ കൂടി നമ്മൾ ഇതിനൊന്നും നിൽക്കാതെ ഒരല്പം ശ്രദ്ധ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട നമുക്കിപ്പോൾ ചിന്തിക്കുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് അറപ്പും വെറുപ്പും ആകെ ഒരു ടെൻഷനും വരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചാൻസുകൾ നമുക്ക് ഒഴിവാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഒരുപാട് മതഗ്രന്ഥങ്ങളിൽ വൃത്തിയായിരിക്കുന്നതിന്റെ, ആരോഗ്യം സൂക്ഷിക്കുന്നതിന്റെ, അസുഖം വരാതിരിക്കുന്നതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ഇതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഹദീസ് വളരെ വിലപ്പെട്ടതാണ് അല്ലെ? അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ചെരുപ്പിട്ടിട്ടേ പ്രവേശിക്കാവൂ. ബാത്റൂമിൽ കയറുമ്പോൾ തല മറച്ചിട്ട് പ്രവേശിക്കണം. നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ബാത്റൂമിൽ. ശരിയല്ലേ? വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴുക്ക് കുറവുള്ള സ്ഥലങ്ങളിൽ, ജനസമ്പർക്കമുള്ള സ്ഥലങ്ങളിൽ, പൊതു ഇടങ്ങളിലൊന്നും മലവിസർജനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. ഇത് ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യണേ. ആർക്കും ഒരു ചെലവില്ല. ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളാണ് എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ബാത്റൂമില് ക്ലോസറ്റിന്റെ അടുത്ത് നമ്മൾ ബ്രഷും പേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ തോർത്തും ഒന്നും സൂക്ഷിക്കാതിരിക്കുക. എനിക്ക് ആ ബാത്റൂമിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ള ഒരു 6 അടി ഡിസ്റ്റൻസിലെങ്കിലും സൂക്ഷിക്കുക. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പുറത്ത്, ബാത്റൂമിന് പുറത്ത് നമ്മളിത് സൂക്ഷിക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം. അല്ലെങ്കിൽ പല്ല് തേക്കാൻ മാത്രമായിട്ട് നമ്മൾ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വാഷ് ബേസിനിൽ അവിടെ നമ്മൾ ഈ സാധനങ്ങൾ സൂക്ഷിക്കുകയായിരിക്കും നല്ലത്. കുളിക്കാൻ കയറുമ്പോൾ മാത്രം, ടോയ്ലറ്റിൽ പോവാത്ത സമയത്ത് കുളിക്കാൻ കയറുമ്പോൾ മാത്രം നിങ്ങൾ ടവല് കൂടെ കൊണ്ടുപോകുക. 2 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. ഓരോ തവണ പല്ല് തേക്കാൻ നമ്മൾ നിൽക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രഷ് കഴുകി വൃത്തിയാക്കണം. എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു പല്ലി വന്ന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാഷ്ടിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറ്റ മുള്ളിയാൽ പോലും നമ്മൾ അറിയാൻ പോകുന്നില്ല അല്ലെ? അപ്പൊ വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കഴുകുക. കഴുകിയതിന് ശേഷം, ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വൃത്തിയായിട്ട് കഴുകി കുത്തി നിർത്തുക. ബ്രഷ് എപ്പോഴും ചെരിച്ചോ കുത്തി നിർത്തുക. നാച്ചുറൽ ആയിട്ട് അതിനെ ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രഷിന്റെ ഒരു ക്യാപ്പ് ഉണ്ട്, വാങ്ങാൻ കിട്ടും. വളരെ വില കുറവേ ഉള്ളൂ, അതിന് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അടച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമ്മൾ ബ്രഷ് കഴുകുന്നതോടൊപ്പം ഈ ക്യാപ്പും കഴുകി വെക്കുക. ക്യാപ്പിലും ചെളിയും പൊടിയും അടിയാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അവസാനമായിട്ട് ഒരു 4 മുതൽ 6 മാസത്തിന്റെ ഇടവേളകളിൽ നമ്മൾ ബ്രഷ് മാറ്റുക. എനിക്ക് തോന്നുന്നു 10-20 രൂപ തൊട്ട് സാധാരണ ബ്രഷ് നമുക്ക് കിട്ടും അല്ലെ? ഒരുപാട് വിലയുള്ള ബ്രഷ് മേടിക്കുമ്പോഴാണ് നമുക്കത് മാറ്റാനുള്ള ഒരു മടി വരിക. അതുപോലെ ടവൽസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പുറത്ത് തന്നെ സൂക്ഷിക്കുക. കുളിക്കാൻ പോകുമ്പോൾ അകത്ത് കൊണ്ടുപോവുക. നല്ല അടിപൊളിയായിട്ട് വെയിലത്തിട്ട് പറ്റുമെങ്കിൽ ഉണക്കുക. സത്യത്തിൽ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് നമ്മളുടേത്. 2025ലേക്ക് കിടക്കാൻ പോകുന്നു. നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പുതുവർഷത്തിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നതിനോടൊപ്പം ഈ അവസാന നിമിഷത്തിൽ ഒന്നും കൂടെ ആവശ്യപ്പെടുകയാണ്, ഈ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ ചെയ്യുക. നമ്മൾ ഏകദേശം 10 വിഷയങ്ങളിലായിട്ട് 1500-ൽ കൂടുതൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ കൂടെ സ്നേഹിച്ചും സന്തോഷിച്ചും സഹായിച്ചും നിങ്ങളുടെ അന്നമ്മ ഉണ്ടാവും എന്ന ഉറപ്പോടെ. ബൈ ബൈ.